നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജോസഫ് AK എന്ന് പറയുന്ന തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു പരനാറി ഇവൻ മനുഷ്യനുണ്ടായതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അത്രത്തോളം ഒരു വൃത്തികെട്ട കമന്റാണ് ഈ പരമനാറി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ മരണ വാർത്ത സിനിമാ ലോകം മാത്രമല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളുടെ ഹൃദയത്തെ വല്ലാണ്ട് വേദനിപ്പിച്ച ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മമ്മൂക്കായും ലാലേട്ടനും ശ്രീനേട്ടൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഒരു ക്രൈസ്തവൻ കൊടുത്തിട്ടുള്ള 400 രൂപയും ഒരു മുസൽമാൻ കൊടുത്ത 2000 രൂപയ്ക്ക് വാങ്ങിച്ച താലി കൊണ്ടാണ് ഞാനൊരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ഇവിടെ എന്ത് ജാതി, ഇവിടെ എന്ത് മതം എന്ന് പറയുന്നിടത്ത് മമ്മൂക്കായും ലാലേട്ടനും ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് ഇരിക്കുന്ന ആ ഒരു ചിത്രം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് ഈ ജോസഫ് AK എന്ന് പറയുന്ന തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത ഒരു വൃത്തികെട്ട നാറി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്. ശ്രീനിവാസിന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു. ഇത്രയും ഒരു കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവൻ മനുഷ്യന് പിറന്നതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇവൻ ഏത് ഫാൻസിന്റെ ആളായിക്കോട്ടെ, ഇവൻ മനുഷ്യനല്ല, ഇവൻ മൃഗത്തിന് തുല്യമാണ്. മൃഗങ്ങൾ പോലും കരുണ കാണിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ഫേക്ക് ID ഉണ്ടാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവന്റെ ആ ഒരു ഐഡിയിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കാണ്. എടാ, ആൺകുട്ടിയാണ്, തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണെന്നുണ്ടെങ്കിൽ നീ നേരാവണ്ണം വന്നിരുന്നിട്ട് വേണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറ. സൈബർ സെല്ലൊക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അല്ലെ, അവരൊക്കെ ഇത് കൃത്യമായിട്ട് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഇതുപോലുള്ള നാറിയനെ കൊണ്ടുവരണം. ഈ മമ്മൂക്കായെ പോലുള്ള ഒരു മനുഷ്യൻ ഇവനെ എന്താണ് ചെയ്തത്? ഒരു മനുഷ്യന് ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഇതുപോലത്തെ പിഴച്ച നാറികൾ നമ്മുടെ സമൂഹത്തിലെ മലയാളികൾക്ക് അപമാനമാണ്. ഏതായാലും ഒരു സഹോദരി കൊടുക്കുന്ന ഒരു മറുപടിയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതൊക്കെ വെറും ചെറ്റത്തരമാണ്. ഇമാതിരി തോന്നിവാസങ്ങളൊന്നും ഒരിക്കലും എഴുതി വിടരുത്. ശ്രീനിവാസന്റെ മരണച്ചടങ്ങിൽ എത്തിയ മമ്മൂക്കയുടെ വീഡിയോ ഒരു വാർത്താ ചാനലിൽ വരികയുണ്ടായി. ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് കണ്ടിട്ട് എനിക്ക് ശരിക്കും സങ്കടം വന്നു. അതുപോലെ നല്ല ദേഷ്യവും തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി. ആ കമന്റ് എന്താണെന്ന് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളും കൂടി ഒന്ന് വായിച്ചോളൂ. ശ്രീനിവാസന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു. എന്താ അല്ലേ ആ നാറിയുടെയൊക്കെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണേ. ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് എത്രയൊക്കെ ദേഷ്യമുള്ള ആളായിക്കോട്ടെ, പക്ഷെ അയാൾ മരിക്കാനോ നശിച്ചു പോകാനോ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല. പക്ഷെ ഈ കമന്റ് ഇട്ടവനെ പോലെയുള്ള നാറികൾ അങ്ങനെ ആഗ്രഹിക്കും. ഇവൻ ഈ ചെറ്റത്തരം എഴുതി വിടാനുള്ള കാര്യം എന്തായിരിക്കും? മമ്മൂട്ടി എന്ന പാവം മനുഷ്യൻ ഇവനോട് വല്ല ഉപദ്രവം ചെയ്തു? അതുമല്ല, ഇവന്റെ കയ്യിൽ നിന്ന് മമ്മൂക്ക വല്ല കാശും വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചോ? പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇവനിങ്ങനെ പറഞ്ഞത്? സ്വന്തം സുഹൃത്തിന്റെ വേർപാടിൽ ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോയ്ക്ക് താഴെയാണ് ഇവൻ ഈ ചെറ്റത്തരം എഴുതി വിട്ടത്. അങ്ങേർക്കൊന്ന് വയ്യാതെ ആയപ്പോൾ അങ്ങേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മനുഷ്യന്മാർ ചുരുക്കമായിരുന്നു. നല്ല സങ്കടം തോന്നിയിട്ടാണ് ഞാനിതിവിടെ പറയുന്നത്. ശ്രീനിവാസനെ പോലെയുള്ള ഒരു മഹാനടന്റെ വേർപാട് എല്ലാ മലയാളികളെയും ദുഃഖത്തിൽ അഴുത്തിരിക്കുകയാണ്. അതിനിടയിലാണ് മതം നോക്കിയ ആളുകളെ വേർതിരിച്ചു കാണുന്ന മതഭ്രാന്തന്മാരുടെ ഇമാതിരി ചെറ്റത്തരം. ഇവനൊക്കെ ഈ നാടിനോ വീടിനോ വേണ്ടാത്ത വെറുക്കപ്പെട്ട ജന്മങ്ങളാണ്, അതുറപ്പാണ്. മമ്മൂക്ക എന്നല്ല, ഒരാളെയും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. കമന്റ് കേട്ട അല്ലെങ്കിൽ കമന്റ് കണ്ട മലയാളികൾ ശക്തമായി പ്രതികരിക്കണം. മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ നമ്മൾ കണ്ടല്ലേ. ആ മനുഷ്യന് ഇതിനെക്കുറിച്ചിട്ടൊന്നും വറീഡാകുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം സാക്ഷരതയിൽ വലിയ ഉന്നതിയിൽ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഈ സമൂഹത്തിന് ഒരു മനുഷ്യനൊരു ഗുണവും ചെയ്യാത്ത ഇതുപോലുള്ള നാറികൾ നമ്മുടെ ഈ മലയാളികൾക്ക് അപമാനമാണ്. ഈ നാറി ഏതാണെങ്കിലും അവനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ച് അവന് നിയമത്തിന്റെ മാക്സിമം കിട്ടാവുന്ന ആ ഒരു ശിക്ഷ ഈ നാറിക്ക് കിട്ടണം. ഈ പറഞ്ഞിട്ടുള്ള ചെറ്റത്തരത്തിന് ഇവൻ അനുഭവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ശക്തമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. ഇതുപോലുള്ള നാറികളെ തിരിച്ചറിയണം. ഇവനെയൊക്കെ സമൂഹത്തിന്റെ പൊതുമധ്യത്തിൽ കൊണ്ടുവരണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.